നമസ്കാരം. ഇപ്പോൾ മീഡിയയിലേക്ക് സ്വാഗതം. ചുണ്ടങ്ങ കൊടുത്ത് വഴുതനങ്ങ വാങ്ങിക്കുക എന്നൊക്കെ കേട്ടിട്ടേ ഉള്ളൂ. നിങ്ങളതൊന്ന് കാണണം. പാർലമെന്റിൽ വഖഫ് ബോർഡ് ചർച്ചയിൽ സമാജ്വാദി പാർട്ടി അധ്യക്ഷനായിട്ടുള്ള അഖിലേഷ് യാദവ്, ഇന്ത്യ സഖ്യത്തിൻ്റെയൊക്കെ വലിയ നേതാവാണ്. അദ്ദേഹം പറയുന്നതിന് അനാവശ്യമായിട്ടുള്ളൊരു പരാമർശം, അത്തരം ഒരു പരാമർശത്തിൻ്റെ ആവശ്യം പോലും അദ്ദേഹത്തിൻ്റെ ആ സംസാരത്തിൽ വരേണ്ടതല്ല. പക്ഷെ അദ്ദേഹം പറഞ്ഞു BJP എന്തൊക്കെയോ ആണെന്ന് പറയുന്നു. പക്ഷേ ആ പാർട്ടിക്കൊരു ദേശീയ അധ്യക്ഷനെ പോലും തിരഞ്ഞെടുക്കുവാൻ സാധിച്ചിട്ടില്ല ഇതുവരെ. ഒരു ദേശീയ അധ്യക്ഷനെ തിരഞ്ഞെടുക്കാൻ കഴിയാത്ത പാർട്ടിയാണ് രാജ്യം ഭരിക്കുന്നത്. ഇത് ലജ്ജാകരമാണെന്നൊക്കെ അദ്ദേഹം തട്ടിയങ്ങ് വിട്ടു. അതായത് പ്രസംഗിക്കുന്നതിനിടയിൽ വായിൽ വരുന്നത് കോതയ്ക്ക് പാട്ട് എന്ന് പറഞ്ഞ പോലെ പറഞ്ഞതാണ്. പക്ഷെ പറയുന്നത് ആരുടെ മുമ്പിലാണെന്നത് അദ്ദേഹം മറന്നുപോയി. അതിന് മറുപടിയായി അദ്ദേഹം നമ്മുടെ അമിത്ഷാ, BJP നേതാവ്, ശക്തനായിട്ടുള്ള BJP നേതാവായിട്ടുള്ള പട്ടേലിന് തുല്യനായിട്ട് കൽപ്പിക്കപ്പെടുന്ന രാഷ്ട്രീയ ചാണക്യനായിട്ടുള്ള അമിത്ഷായാണ് മറുപടി പറഞ്ഞത്. നമ്മുടെ ആഭ്യന്തരമന്ത്രി അദ്ദേഹം പറഞ്ഞു, പ്രിയ അഖിലേഷ് യാദവ്, താങ്കളുടെ പാർട്ടിയെ പോലെയല്ല, 13 കോടി പ്രവർത്തകരുള്ള പാർട്ടിയാണ് BJP. അതിൽ നിന്നൊരു ദേശീയ പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടും, കുറച്ച് ആലോചിക്കണം, കുറച്ച് അവധാനതയോട് ചിന്തിച്ചോ സാധിക്കുകയുള്ളൂ. പക്ഷേ ഒരു 5 കുടുംബാംഗങ്ങളിൽ നിന്ന് ഒരാളെ തിരഞ്ഞെടുക്കുന്നത് പോലെയല്ല. അതായത് നമുക്കറിയാം, ഏറ്റവും ലജ്ജാകരമായ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് ഈ അഖിലേഷ് യാദവിന്റെ കുടുംബത്തിൽ. കാലിത്തീറ്റ കട്ടു എന്ന് പറഞ്ഞുകൊണ്ട് ഇദ്ദേഹത്തിന്റെ അച്ഛനെ പിടിച്ച് കോടതി ജയിലിൽ അടച്ചു, ലാലു പ്രസാദ് യാദവിനെ. അദ്ദേഹം അവിടെ ഇരുന്ന് പറഞ്ഞു, ഞാനല്ലെങ്കിൽ എൻ്റെ ഭാര്യ റാബ്രി ദേവി. അങ്ങനെ റാബ്രി ദേവി ബീഹാർ ഭരിച്ചു. എഴുതാനും വായിക്കാനും അറിയാത്ത നിരക്ഷര കുക്ഷിയായിട്ടുള്ള ഒരു ഗ്രാമീണ സ്ത്രീ റാബ്രി ദേവി ഭരിച്ചു. അതിനുശേഷം അഖിലേഷ് യാദവ്. അപ്പോൾ വളരെ രസകരമായി അമിത്ഷാ പറഞ്ഞു, കേവലം 5 കുടുംബാംഗങ്ങളിൽ നിന്ന് ഒരാളെ തിരഞ്ഞെടുക്കുന്നതല്ല, 13 കോടി ആളുകളിൽ നിന്ന് ഒരാളെ തിരഞ്ഞെടുക്കാൻ ഒരു താമസമൊക്കെ വരും എന്ന് പറഞ്ഞപ്പോൾ, സത്യം പറയുകയാണെങ്കിൽ ഇത് പറഞ്ഞു കുടുങ്ങിയല്ലോ. അതായത് ആപ്പൂരി വാലു കുടുങ്ങിയ കുരങ്ങന്റെ അവസ്ഥയിൽ ചിരിച്ചു കൊണ്ട് നിൽക്കുന്ന അഖിലേഷ് യാദവിൻ്റെ ഭാവം നിങ്ങളൊന്ന് കാണണം. ഈ വീഡിയോ നിങ്ങളൊന്ന് കണ്ടു നോക്കൂ. അഖിലേഷ് യാദവിൻ്റെ ഈ മുഖഭാവം നിങ്ങളൊന്ന് ശ്രദ്ധിക്കൂ. വേണ്ടായിരുന്നു, ഇങ്ങനെയൊക്കെ ചെയ്യാമോ, നാളെ നമ്മൾ കാണണ്ടേ എന്നുള്ള രീതിയിലായി അഖിലേഷ് യാദവിൻ്റെ. എന്തായാലും അമിത്ഷായുടെയൊക്കെ മുമ്പിൽ പോയിട്ട് ഇതുപോലെയൊക്കെ പറയുമ്പോൾ, ഇതുപോലെ ഇത്രയും ഈ ഇന്ത്യ രാജ്യം സ്വാതന്ത്ര്യത്തിന് ശേഷം ഇത്രയും കൗശലക്കാരും ദീർഘവീക്ഷണമുള്ള നാവിൽ സരസ്വതി വിളയാടുന്ന നേതാക്കന്മാർ അധികം ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് ഉണ്ടായിട്ടില്ല. അത്തരം നേതാക്കളാൽ അനുഗ്രഹീതമാണ് BJP. അതുകൊണ്ട് തന്നെ അവരുടെ മുമ്പിൽ പോയി ഇത്തരം കാര്യങ്ങൾ പറയുമ്പോൾ 100 വട്ടം ശ്രദ്ധിക്കണം എന്നാണ്. എന്തായാലും നിങ്ങൾ ആ വീഡിയോ ഒന്ന് കാണൂ. जो पार्टी ये कहती हो कि दुनिया की सबसे बड़ी पार्टी है, अध्यक्ष महोदय वो अपना राष्ट्रीय अध्यक्ष नहीं चुन पाए अभी तक. अध्यक्ष महोदय भारतीय जनता पार्टी क्या है? जी मैं अखिलेश जी ने बहुत हंसते हंसते कहा है, इसको हंसते हंसते जवाब देना. इस सामने जितनी पार्टियां हैं उनका राष्ट्रीय अध्यक्ष उन 5 लोगों को ही चुनना है परिवार के. हमें माननीय अध्यक्ष जी करोड़ों सदस्यों में से 12-13 करोड़ सदस्य प्रक्रिया कर चुनना है तो देर लगती है. आपके यहां जरा भी देर नहीं लगेगी. मैं कह देता हूं अभी 25 साल तक आप अध्यक्ष हो जाओ, नहीं बदल सकता. എന്തായാലും ഈ വീഡിയോ കാണുമ്പോൾ അഖിലേഷ് യാദവിനെ ഒരു ചെറിയ കുട്ടിയെ വടിയെടുത്ത് തല്ലി ഓടിക്കുന്ന ഒരു മുതിർന്ന കുട്ടിയെ പോലെയാണ് എനിക്ക് തോന്നിയത്. ട്രൗസർ ഇടാതെ ഒരു കുഞ്ഞു കുട്ടി ഒന്നും ഇടാതെ, ട്രൗസർ ഇടാതെ ഇങ്ങനെ കിണ്ടാവണിയും കാണിച്ച് ഓടുമ്പോൾ ഒരുത്തം പുറകിലൊരു വടി വെച്ച് അടിച്ച് ഓടിക്കുന്നത് നിങ്ങളെ ശ്രദ്ധയിൽ, നിങ്ങളുടെ ഭാവനകളിൽ ഒന്ന് കൊണ്ടുനോക്കൂ. അതുപോലെയാണ് എനിക്ക് തോന്നിയത്. എന്തൊക്കെയായാലും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാൻ മറക്കരുത്. നന്ദി, നമസ്കാരം.